എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണത്. പക്ഷേ ഇത് ചെയ്ത് വെക്കൂ. ഇതിന് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ കിടക്കുന്നത്. ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ്. ബിഗ് ബോസ് അതിന്റെ 8ാം അധ്യായം തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ആരൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലുള്ള ഒരു അപ്രോക്സിമേറ്റ് ഇന്ന ആളുകളൊക്കെ ആയിരിക്കും മത്സരിക്കാൻ വരിക, ഇന്ന കഴിവുകൊണ്ട് ഇന്ന ആളുകളൊക്കെ വരണം എന്നീ പറയുന്ന ലിസ്റ്റുകളൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട ഒരു നാട്ടുകാരനെ കുറിച്ചിട്ടാണ്. ആ ഒരു സന്തോഷം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയുള്ളത് പറയുന്നു. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ലാസ്റ്റേ പറയുള്ളൂ. എന്തായാലും കേട്ടൊരു സുഹൃത്തുക്കളെ, എന്തായാലും ബിഗ് ബോസ് ആരംഭിക്കാൻ പോകുന്നു. ബിഗ് ബോസ് കാതലായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാറുണ്ട്, ഒരു സംശയമില്ല. ഈ ബിഗ് ബോസ് കൊണ്ട് എന്താ ഗുണം, ഇതൊക്കെ കണ്ടോണ്ട് വല്ല കാര്യമുണ്ടോ, വെറുതെ സമയം കളയാൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് പഴയതുപോലെ എന്താ പറയുക, ഒരുമാതിരി അയൽക്കൂട്ടം തല്ലുകളാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ചില സാമൂഹ്യ മാറ്റങ്ങൾ ഒക്കെ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ചില തോട്ട് ചേഞ്ചസുകളൊക്കെ ഈ ബിഗ് ബോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ തന്നെയാണ് ഇപ്രാവശ്യം ഹോസ്റ്റ് ചെയ്യുക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആദ്യം തന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ്. ഇത് ഫൈനൽ ലിസ്റ്റ് എന്ന് പറയാം. ഞാൻ ആകെ ഒരൊറ്റ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഇത് ഫൈനൽ ലിസ്റ്റാണ്. ഇതൊരു പ്രഡിക്ഷൻ ലിസ്റ്റാണ്. ഒരു പക്ഷേ ഒരു വ്യക്തിയെ കുറിച്ചിട്ട്, ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രം 2 പേർ ഒരു പക്ഷേ ഇതിലേക്ക് വരുന്നത് ആദ്യമായിട്ടായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. എന്തൊക്കെയായാലും ഇത്തവണയും എല്ലാ തവണയും ഏതെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നോ അല്ലെങ്കിൽ ഗേ കമ്മ്യൂണിറ്റി എന്നൊക്കെ ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണ അതേപോലെ 2 പേരുണ്ട് എന്നുള്ളതാണ്. ഒരു ഗേ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. അവർ വിവാഹിതരാണ്. വളരെ ഭംഗിയായിട്ട്, വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിച്ചു പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ലൈഫ് ഈസ് ജസ്റ്റ് ബിഹൈൻഡ് ദ ക്ലോസ് ഡോർസ് എന്നാണ് പറയുക. അടച്ചിട്ട വാതിലിന് അപ്പുറത്താണ് ജീവിതം. നമുക്ക് വാതിൽ തുറന്നിട്ട് അവർ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നത് എന്ത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും അടച്ചിട്ട വാതിലായാലും തുറന്നിട്ട വാതിലായാലും അതിനുള്ളിൽ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ മുഴുവൻ അവർ ഭയങ്കര സന്തോഷവാന്മാരാണ്. 2 പേരാണ്. അത് സോനു നികേഷ് എന്ന് പറയുന്ന വ്യക്തികളാണ്. ഇവർ ഇപ്രാവശ്യം നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. എല്ലാ തവണയും ഇത്തരത്തിലുള്ള ഏതെങ്കിലും എല്ലാ കമ്മ്യൂണിറ്റിയുള്ള ആളുകളൊക്കെ വേണമല്ലോ. അതുകൊണ്ട് സോനു നികേഷ് എന്ന് പറയുന്ന ഇവരുണ്ടായിരിക്കും. ഇവരുടെ ജീവിതം എന്താണ്, ഇവരെങ്ങനെയാണ് മറ്റു ജീവിതങ്ങളൊക്കെ ഇവരെങ്ങനെ നോക്കിക്കാണുന്നു, ഇവരോട് നമുക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അവരുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ചില ആളുകളൊക്കെ ഈ ബിഗ് ബോസിലേക്ക് വന്നുകൂടാറുണ്ട്. അവർ വരണം. പക്ഷെ ഇപ്രാവശ്യം ഇന്ന വ്യക്തി വന്നു കഴിഞ്ഞാൽ അത് ചില്ലറ വർത്തമാനങ്ങൾക്കൊക്കെ അത് കാരണമാകും എന്ന കാര്യമുണ്ട്. അതായത് ചില മാങ്കൂട്ടങ്ങൾക്ക് വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വമുണ്ട് ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരള സമൂഹത്തിൽ, അങ്ങനെ പറഞ്ഞാൽ മതി. ആ ഒരു വ്യക്തി പറയുന്നത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇവർ കൂടി നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്നൊരു വിവരം. ഇവരുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ബിഗ് ബോസ് ഒന്ന് പൊളിക്കും. ബിഗ് ബോസ് ഒന്ന് പൊളിക്കും. ചില്ലറ രസകരമായ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇനി ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്ത് രേണു സുധിയുമായി ചേർന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തതിനു ശേഷം ഇവർ ഭയങ്കര വൈറലാണ്. അങ്ങനെയാണ് രേണു സുധിയും വൈറലായത്. ദാസേട്ടനൊപ്പം ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഏതാണ്, ചന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, ആ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു. അത് ഭയങ്കര വൈറലായി. എന്തായാലും ദാസേട്ടൻ കോഴിക്കോട് കഴിഞ്ഞ തവണയും ബിഗ് ബോസിൽ ഉണ്ടാകും എന്നൊരു വിവരമായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, ഇത്തവണ ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഏകദേശ ധാരണാ വിവരങ്ങൾ. ഒപ്പം തന്നെ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത് ബാലാജി ശർമ്മ എന്ന് പറയുന്ന മനുഷ്യനാണ്. ആക്ടറാണ്. പൃഥ്വിരാജിനൊക്കെ ഒപ്പമൊക്കെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ ഈ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയാൻ കഴിയുന്ന ഒരാളായിട്ട്, ഒരു മുതിർന്ന ഒരു പേഴ്സണായിട്ടൊക്കെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാ തവണയും ഉണ്ടാവാറുണ്ട്. ഒരു 19
കിഡ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ AT കിഡ് എന്നൊക്കെ പറയുന്ന ആളുകളെ പോലെ ഒരാളുണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരാളായിട്ട് ഒരുപക്ഷെ ബാലാജി ശർമ്മ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ബിഗ് ബോസിൽ മാറാൻ സാധ്യത എന്നുള്ളതാണ്. ഒപ്പം തന്നെ വളരെ രസകരമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള മുടിയൊക്കെ ഇങ്ങനെ വെട്ടി ചെറുതാക്കിയ ഒരു സീരിയൽ നടിയുണ്ട്, സൗമ്യ എന്നാണ് അവരുടെ പേര്. ഈ അടുത്ത കാലത്ത് അവർ വിവാഹമൊക്കെ കഴിഞ്ഞായിരുന്നു. ഇതാണ് ആള്. ഈ വ്യക്തി കൂടി ബിഗ് ബോസിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ഇതൊരു പ്രഡിക്ഷൻ ലിസ്റ്റാണ്. ഇവർ തന്നെ പാടുള്ളൂ എന്നല്ല, ഒരുപക്ഷെ നമ്മുടെ വീഡിയോ എങ്ങാനും അവർ കാണുകയാണെങ്കിൽ, അല്ലേ, ബിഗ് ബോസ് കാണുകയാണെങ്കിൽ ഇവരെങ്ങാൻ എടുത്താലോ എന്നുള്ള ഇത്തരം ഒരു രസകരമായ കോംബോ വേണ്ടേ. ഇനി ഒരു ട്രാൻസ്ജെൻഡറെ കൂടി ഞാൻ കണക്കാക്കുന്നുണ്ട്. അവരാരായിരിക്കും എന്ന് പറയുന്ന ഒരു യഥാർത്ഥ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവരെ പറ്റി പറയുന്നില്ല. പക്ഷേ ഒരാൾ കൂടി എനിക്ക് ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്, അത് തിങ്കൾ ബാൽ എന്ന് പറയുന്ന, കഴിഞ്ഞ ദിവസം ടിങ്കിൾ ബാൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല, ഇവര് അഭിനേതാവാണ്, മോഡലാണ്. ഇവരാണ് ഇത്തവണ ഉണ്ടാകുമെന്ന് വിചാരിക്കാവുന്ന ഒരാൾ. കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഒരു പക്ഷേ ഇത്തവണത്തെ ഈ ഒരു സംഗതി അവതരിപ്പിക്കുന്നില്ല. ആദ്യമായിട്ടാണ് ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നത് വെച്ചാൽ എൻ്റെ പ്രിയ സുഹൃത്ത് ഈ അടുത്ത് രേണുസുതിയുമായി ബന്ധപ്പെട്ട് വീഡിയോകളൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റിലാകേണ്ടി വന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സന്ദീപ് എടപ്പാൾ, റെയർ റീൽസ് എന്ന് പറയുന്ന ഒരു ചാനൽ അദ്ദേഹത്തിനുണ്ട്. ഏകദേശം 2-2.5 ലക്ഷത്തിനടുത്ത് സബ്ബും അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു ആളാണ്. ഒരു ഗംഭീരമായിട്ടുള്ള ഇൻഫ്ലുവൻസറാണ്. ഒട്ടുമിക്ക കാര്യങ്ങളെയും വളരെ ഗംഭീരമായിട്ട് പഠിച്ചു മാത്രം വീഡിയോ ചെയ്യുന്ന ഒരു ചങ്ങാതിയാണ്. ആ ഒരു ചങ്ങാതി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടി ഇത്തവണ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്ന വിവരം കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ആളെ മനസ്സിലാകാത്തവർക്ക് വേണമെങ്കിൽ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് ആളെ കൂടി ഞാൻ കാണിക്കുകയാണ്. ഈ 30-ാം തീയതി ഇദ്ദേഹം ഒന്നുകൂടി വൈറലാവും. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. ഈ 30-ാം തീയതി ഇദ്ദേഹം ഒന്നുകൂടി വൈറലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഞാൻ പറഞ്ഞിരുന്നു, ഈ രേണുസുതിയുമായി ബന്ധപ്പെട്ടിട്ട് 2 പേരായിരിക്കും ഒരു തവണ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിലേക്ക് എത്തുക. അതൊന്ന് ദാസേട്ടൻ കോഴിക്കോടാണ്, രണ്ടാമത്തേത് നമ്മുടെ സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന ഈ ഒരു ഇൻഫ്ലുവൻസർ യൂട്യൂബറാണ്. ഈ 2 പേരായിരിക്കും അതിലേക്ക് എത്താൻ സാധ്യതയുള്ളത്. എങ്കിലും അവരെത്തിക്കഴിഞ്ഞാൽ സംഗതി പൊള്ളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനിയും ഉണ്ട് കേട്ടോ, ഇത്ര ആളുകളൊന്നും പോരാ ഇനിയും. പക്ഷെ നമ്മുടെ മുമ്പിലേക്ക് തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന നിലയ്ക്ക് കിട്ടുന്ന ചില വിവരങ്ങളാണ്. ഇഷ്ടമായെന്ന് കരുതുന്നു. ആണെങ്കിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളെ അയച്ചു കൊടുക്കുക, ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒപ്പം കൂടുക. ബൈ.